പുൽപ്പള്ളിയെ ഏറെ ഭീതിയിലാർത്തിയ കടുവ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. പ്രതികരണം, നിലവിലെ അവസ്ഥ ഇപ്പോൾ എന്താണ്? കടുവ കൂട്ടിലായിരിക്കുന്നു. കടുവ ഏത് രീതിയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടുത്ത ക്രമീകരണങ്ങൾ? വയനാട് അമരക്കുനിയിൽ കഴിഞ്ഞ 10 ദിവസമായി പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയ കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. പ്രദേശവാസിയായ കുശൻ നമ്മോടൊപ്പം ചേരുന്നു. നിലവിലിപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റ് RRT സംഘങ്ങളും അവിടെ ഉണ്ടെന്ന് വേണ്ടി മനസ്സിലാക്കാൻ. കുശൻ, DFOയും അരുൺ സക്രിയ സാറ്, ഡെപ്യൂട്ടി റേഞ്ചർ എല്ലാവരും എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ ഇപ്പോൾ നിലവിലുണ്ട്. കടുവേനെ ഇപ്പോൾ കൂട്ടിൽ നിന്ന് ട്രാക്ടറിൽ കയറ്റി കുപ്പാടിയിലെ ഇവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണുള്ളത്. ഇപ്പോൾ ഏകദേശം എത്ര മണിയോടുകൂടിയായിരിക്കും കടുവ കൂട്ടിലായത്? ഇപ്പോൾ ഒരു അരമണിക്കൂർ സമയമായിട്ടുള്ളൂ ഇപ്പോൾ നിലവിൽ കൂട്ടിലായിട്ട്. താങ്കൾ എല്ലാവരും തന്നെ വലിയ രീതിയിൽ നിങ്ങളുടെ എല്ലാം ഉറക്കം കെടുത്തിയ ഒരു കടുവയായിരുന്നു. ഇപ്പോൾ ഈ കടുവ കൂട്ടിലായിരിക്കുന്നു. നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാവരും പ്രദേശത്തുണ്ടെന്ന് വേണ്ടി മനസ്സിലാക്കാൻ. അവിടെ ആരൊക്കെയുണ്ട്? വയനാട് DFOയും അരുൺ സക്കറിയ സാറ്, അതുപോലെ തന്നെ ഡെപ്യൂട്ടി റേഞ്ചർ അടക്കം എല്ലാ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഇവിടെയുണ്ട്. ഫോറസ്റ്റ് ആയി ബന്ധപ്പെട്ടുള്ള 50ഓളം ജീവനക്കാരും ഇപ്പോൾ ഈ സ്ഥലത്ത് ഉണ്ട്. അപ്പം തന്നെ ഈ കടുവ, നിലവിൽ കൂട്ടിലായ കടുവ, അത് ആക്രമണ സ്വഭാവം എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ, അതോ ശാന്തനായി തന്നെയാണോ കടുവ ഇരിക്കുന്നത്? ഇപ്പോൾ ഒരു ശാന്തതയിൽ ആണുള്ളത്. ചെറിയ മുഴക്കങ്ങളൊക്കെ സൗണ്ടുകളൊക്കെ കേൾപ്പിക്കുന്നത് ഒഴിച്ചാൽ വലിയ ഒരു ആക്രമണ സ്വഭാവം ഇപ്പോൾ കൂട്ടിനകപ്പെട്ടതിന് ശേഷം കാണിക്കുന്നില്ല. എന്നാൽ കടുവയുടെ കൈക്ക് ചെറിയ പരിക്ക് ഉണ്ട് എന്നാണ് ഇപ്പോൾ കടുവേനെ ഈ കൂട്ടിലകപ്പെട്ടതിന് ശേഷം കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കടുവ നിലവിൽ അത് കൂട്ടിൽ തന്നെ അവിടെ തന്നെ ഇരിക്കുകയാണോ? അതിനെ മാറ്റാനുള്ള ശ്രമം വല്ലതും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ടോ കുശൻ? കുപ്പാടിയിലെ ഫോറസ്റ്റിലെ അവിടുത്തെ ഇതിന്റെ സംരക്ഷിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ട്രാക്ടറിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ വനപാലകരുള്ളത്. തീർച്ചയായിട്ടും അമരക്കുനിയെ കഴിഞ്ഞ 10 ദിവസമായി ഭീതിയിലാഴ്ത്തിയ കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. പ്രദേശവാസികൾക്കെല്ലാം വലിയൊരു ആശ്വാസം പകരുന്നൊരു വാർത്ത തന്നെയാണ്. കടുവ ഇപ്പോൾ വനംവകുപ്പിന്റെ കൂട്ടിലായിരിക്കുന്നു. തുപ്രയ്ക്ക് സമീപം വെച്ചാണ് കടുവ കൂട്ടിലായത്. സാനിയോ, കഴിഞ്ഞ ദിവസങ്ങളിലായി വനംവകുപ്പിനെതിരെ ഏറെ വിമർശനവും പ്രതിഷേധവും ഒക്കെ ഉയർന്നൊരു സാഹചര്യവും ഉണ്ടായി, വനംവകുപ്പിന്റെ തിരച്ചിലിനെതിരെ ഉൾപ്പെടെ. അതിനിടയിലാണ് ഇപ്പോൾ നേരത്തെ കടുവ ദൃശ്യങ്ങളിൽ, അതുവഴി പോയ ഒരു കാറിന്റെ ഡാഷ്ബോർഡിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ കടുവ കൃത്യമായി വ്യക്തമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ആ പ്രദേശത്ത് വെച്ച് തന്നെ കടുവ കൂട്ടിലായിരിക്കുന്നത്. നിലവിൽ പ്രദേശവാസികൾക്ക് ഏറെ ആശ്വാസം എന്ന് വേണം മനസ്സിലാക്കാൻ. കടുവയെ അധികം വൈകാതെ തന്നെ വനംവകുപ്പ് അവിടെ നിന്ന് മാറ്റുമെന്നും അറിയുന്നു. നിലവിൽ എവിടെ സാഹചര്യമാണ് പ്രദേശവാസിയെ കുശൻ നമ്മോട് വിശദീകരിച്ചത്. ഇനിയിപ്പോൾ അടുത്ത നടപടിക്രമങ്ങൾ എന്തെല്ലാമായിരിക്കും? സാനിയോ, കടുവയെ പരിശോധിക്കുന്നതുൾപ്പെടെ നടക്കുമായിരിക്കുമല്ലേ? അതെ, തുളസി പറഞ്ഞതുപോലെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധമടക്കം ഉണ്ടായിരുന്നു. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്കുള്ള പ്രതിഷേധ മാർച്ചും ധർണയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ കടുവ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ആവുന്നത് എന്നുള്ളതാണ്. എല്ലാ സംവിധാനങ്ങളും വനംവകുപ്പ് ഒരുക്കിയിരുന്നു. കൂടുകൾ സ്ഥാപിച്ചിരുന്നു, തെർമൽ ക്യാമറകൾ കൊണ്ട് പരിശോധിച്ചിരുന്നു, മറ്റ് CCTV ക്യാമറകൾ അടക്കം സ്ഥാപിച്ചിരുന്നു. കൂടാതെ കുങ്കിയാനകളെ എത്തിച്ച് പരിശോധിച്ചിരുന്നു. ഇപ്പോൾ പ്രദേശവാസിയായ ശിവൻ നമ്മോടൊപ്പം ചേരുന്നു. ശിവൻ, കഴിഞ്ഞ 10 ദിവസത്തോളമായി അമരക്കുനിയെ വിറപ്പിച്ച കടുവ ഒടുവിൽ കൂട്ടിലായിരിക്കുന്നു. ഏതായാലും പ്രദേശവാസികളുടെ ആശങ്ക ഒഴിഞ്ഞു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. ശിവൻ, വളരെയധികം സന്തോഷം, ഏറെ സന്തോഷമുള്ള ഒരു ദിവസം തന്നെയാണ് ഈ രാത്രി സംഭവിച്ചിട്ടുള്ളത്. കടുവ കഴിഞ്ഞ 10 ദിവസമായി ഈ നാട്ടിലെ 5 വളർത്തുമൃഗങ്ങളെയാണ് നമ്മൾ അപായപ്പെടുത്തിയത്. ഒരു തരത്തിലും പുറത്തിറങ്ങാൻ, കൃഷി ചെയ്യാൻ പറ്റാതെയോ അതേയും പുറത്തിറങ്ങാൻ പറ്റാതെയും കുട്ടികൾക്ക് സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റാതെയും ഒക്കെ വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും വലിയ അംശത്തിലും സങ്കടത്തിലും പ്രയാസത്തിലുമായിരുന്നു. വനംവകുപ്പിന്റെ വലിയ രീതിയിലുള്ള സഹായത്തോടുകൂടി ഇന്ന് കടുവ കൂട്ടിലകപ്പെട്ടിരിക്കുന്നു. ഏറെ സന്തോഷം. തീർച്ചയായിട്ടും നിലവിലിപ്പോൾ കടുവ ആരോഗ്യവാനാണെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കടുവയെ ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റുമെന്നും അറിയുന്നു. താങ്കൾ ഇപ്പോൾ അവിടെ ഉണ്ടോ? ഉണ്ട്. കടുവ ആരോഗ്യപരമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കടുവ വലിയ കടുവയാണ്. കടുവയ്ക്ക് കാലിന് പരിക്കുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടുന്ന് വെറ്റിനറി ഡോക്ടറൊക്കെ പറയുന്നത്. എന്തായാലും ഇതിനെ കൂട്ടിനകത്താക്കി ഇപ്പം തൊട്ടടുത്തുള്ള ഇറളം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ കുപ്പാടിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറെ താമസിയാതെ തന്നെ ഇവിടുന്ന് വണ്ടിയിൽ കയറ്റും, ട്രാക്ടറിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്.
തീർച്ചയായിട്ടും വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവരിപ്പോൾ എന്താണോ പറയുന്നത്, കടുവ എങ്ങോട്ട് മാറ്റുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്? DFO അജിത് കെ രാമൻ, പിന്നെ അതുപോലെ തന്നെ RO രാജീവ് കുമാർ തുടങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥരോട് ഉണ്ട്. അവര് ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ടീം ഇരളം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇരളം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക്. തീർച്ചയായിട്ടും ഏതായാലും കഴിഞ്ഞ 10 ദിവസത്തോളമായി നിങ്ങളെല്ലാം ഉറക്കം കെടുത്തിയ കടുവ സ്കൂളുകൾക്കുൾപ്പെടെ അവധി കൊടുക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ നേരത്തെ നിങ്ങൾ ഈ പരിശോധനയ്ക്ക് ഒക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ടായിരുന്നു പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും, തിരച്ചിൽ ഊർജിതമല്ല എന്നതുൾപ്പെടെ. ഇപ്പോൾ കടുവ ഏതായാലും കൂട്ടിലായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഏത് രീതിയിലായിരിക്കും? നിങ്ങൾ നാട്ടുകാരെല്ലാവരും അവിടെ ഒത്തുകൂടിയിട്ടുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധം മാത്രമല്ല, ഉദ്യോഗസ്ഥരും ഡിപ്പാർട്ട്മെന്റുമായി വലിയ സഹകരണത്തിലുമായിരുന്നു. കിട്ടുന്നില്ല, ഇതിനെ പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ള ആശങ്ക മാത്രമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നേരിട്ടിരുന്നത്. അതിന്റെ പ്രതിഷേധവും അതും കൂടുതലായി വന്നുകൊണ്ടിരുന്നു. അതിനെല്ലാം സമാപനം കുറിച്ചുകൊണ്ട് ഇന്നിപ്പോൾ കടുവ കൂട്ടിൽ വിടുന്നത് ഏറെ ആശ്വാസമാണ് നാടിനെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും അമരക്കുനിക്കാർക്ക് ആശ്വാസമായിരിക്കുന്നു. അമരക്കുനിക്കാരുടെ ഉറക്കം കെടുത്തിയ കടുവ ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നു. തുപ്രക്കടുത്ത് വെച്ച് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. കടുവയ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ചെറിയ രീതിയിൽ അവശ നിലയിലാണെന്ന് മനസ്സിലാക്കുന്നു. പ്രദേശത്തെ ആടുകളെ വ്യാപകമായി ആക്രമിച്ച് കൊന്നു തിന്ന കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. പ്രദേശവാസികളെല്ലാവരും തന്നെ വലിയൊരു ആശ്വാസത്തിലാണ്. സാനിയോ, നേരത്തെ നമ്മോട് പ്രതികരിച്ച ശിവൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അവരുടെ ഒരു ആശ്വാസം, നാട്ടുകാരുടെ ആശ്വാസം തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുറത്തിറങ്ങാനാകാത്തൊരു സാഹചര്യം, കുട്ടികൾക്കുൾപ്പെടെ സ്കൂളിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം, നിരോധനാജ്ഞ ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു വയനാട് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ കടുവ ഏതായാലും കൂട്ടിലായിരിക്കുന്നു.